നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻറ്റിജേഴ്സിൻ്റെ ഡിവിഷൻ ചെയ്യാന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യണ പോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 2 ഡിജിറ്റ്സും ഒരേ സൈൻ ആണെങ്കിൽ, അതായത് രണ്ടും പോസിറ്റീവ് ആണെങ്കിലും 2 നെഗറ്റീവ് ആണെങ്കിലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇനി 1 നെഗറ്റീവും 1 പോസിറ്റീവും ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ രണ്ടും പോസിറ്റീവ് ഇട്ട് നോക്കാം. 100 ഡിവൈഡഡ് ബൈ 2. രണ്ടും പോസിറ്റീവാണ്, അപ്പോൾ ആൻസർ പോസിറ്റീവ് 50. സെക്കൻഡ് എക്സാമ്പിൾ രണ്ടും നെഗറ്റീവ് ഇട്ട് നോക്കാം. -75 ഡിവൈഡഡ് ബൈ -3. അപ്പോൾ ആൻസർ പോസിറ്റീവ് ആയിരിക്കും, രണ്ടും ഒരേ സൈൻ ആയ കാരണം കൊണ്ട്. പോസിറ്റീവ് 25. ഇനി തേർഡ് എക്സാമ്പിൾ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും നോക്കാം. -30 ഡിവൈഡഡ് ബൈ +10. അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും, ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും ആയ കാരണം കൊണ്ട്. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. +10 ഡിവൈഡഡ് ബൈ -5. ഇത് രണ്ടും ഡിഫറൻസ് സൈനാണ്, അപ്പോൾ ആൻസർ -2. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ ഉപയോഗിക്കേണ്ടതും.